ഹലോ എവ്രിവൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇതാ ഇന്ന് ഉപ്പുമാവ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതിനിതാ റവ വേണം, ചിക്കൻ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അത് വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കി, പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് പേസ്റ്റാക്കി വെച്ചത്, പിന്നെ സവോള, തക്കാളി, ഇത്രയും വേണം കേട്ടോ. അപ്പം ഇതിനകത്ത് ആദ്യം ഞാൻ നമ്മുടെ റവ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതാ അതിനകത്തോട്ട് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും നമ്മുടെ റൈസൻസും വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലയും കൂടെ ചേർത്ത പേസ്റ്റ് ആദ്യം ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റി വന്നു കഴിയുമ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റണം. അത് മൂത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് അത് വഴറ്റുക. തക്കാളി വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് തൈരിടുക. തൈരിട്ടിട്ട് തൈരും കൂടെ വഴറ്റുക അതിനകത്തോട്ട് ചേർത്തിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ കണ്ടുപിടിച്ച ഡിഷാണെന്ന്. അല്ല കേട്ടോ, ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ചിക്കൻ അതിനകത്തോട്ട് ഇട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റവ വറുത്ത് വെച്ചത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി. പാകത്തിന് വെള്ളം, ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഒരു ശകലം വെള്ളം മതി. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കപ്പിനകത്ത് ഒരു പാതി അളവിന് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അങ്ങനെ വേവിക്കാനായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് തന്നെ അത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് എന്താ റവ ബിരിയാണിയോ അങ്ങനെ കണ്ട ഇതിന് പേര് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കണ്ടപ്പം എന്തായാലും ഉപ്പുമാവ് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും മടിയാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ കഴിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്ന ചിലപ്പം പാളിപ്പോകാറാ പതിവ്. ഇന്ന് പാളിപ്പോയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ തുറന്ന് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് ഞാൻ എടുക്കുക കേട്ടോ. ശരിക്കും ഇത് അടിപൊളിയാകാം കേട്ടോ. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ.